മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികൾ സമരത്തിൽ. പൂക്കാലം ഫ്ലവർ ഷോയിൽ ജീവനക്കാർക്ക് മുൻ വർഷങ്ങൾ അനുവദിച്ച സൗജന്യ പാസ് ഇത്തവണ നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. 106 തൊഴിലാളികളാണ് ഹാജർ പുസ്തകത്തിൽ ഒപ്പിടാതെ സമരം നടത്തുന്നത്. തൊഴിലാളികൾ സമരമാരംഭിച്ചതിനെ തുടർന്ന് ഉദ്യാനത്തിലെ ചെടികൾ നനയ്ക്കുന്നതിനായി എത്തിയ സുരക്ഷാ ജീവനക്കാരെ തൊഴിലാളികൾ തടയുകയും ചെയ്തു. രാവും പകലും ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി പണിയെടുത്ത തങ്ങളോട് ഉദ്യോഗസ്ഥർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ സമരം നടത്തുന്നത്. ഞങ്ങളിവിടെ തൊഴിലാളികളാണ്, HR തൊഴിലാളികളാണ്. ഞങ്ങളിവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 30 വർഷങ്ങളായി സാറേ. ആ 30 വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഫ്ലവർ ഷോ നടന്നുകൊണ്ടുവരുന്നത് 2 വർഷമായി. ഇപ്പം ഈ വർഷവും അതുപോലെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഫ്ലവർ ഷോ റെക്കോർഡ് കളക്ഷനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് അവർക്ക് നഷ്ടമാണത്രേ. ആ നഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞങ്ങളുടെ HR തൊഴിലാളികളുടെ 4 ആൾക്കാർ, ഭാര്യയോ ഭർത്താവോ മക്കളോ ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്തതിനകത്ത് കയറിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല, നിങ്ങൾ HR തൊഴിലാളിയാണോ എന്നാണ് അവിടുത്തെ ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾ ഇത്രയും 380 തൊഴിലാളികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ പുതിയതായിട്ട് പുറമേന്ന് 20 സേവകരനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ഈ ചെടികൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതിനെ പരിപാലിക്കാനും ഞങ്ങൾക്കറിയാം. പുറത്തുനിന്ന് എന്തിനാ അവിടെ നിന്ന് ആളിനെ എടുക്കുന്നത്? ഞങ്ങൾ തൊഴിലാളികളിൽ നിന്ന് തന്നെ 20 ആളെ ഇവർക്ക് എടുത്തൂടെ? അവർക്ക് കൊടുക്കുന്ന ശമ്പളം ഞങ്ങൾക്ക് തന്നാൽ മതിയല്ലോ. എന്തുകൊണ്ട് ഇവരതെടുക്കുന്നില്ല? പിന്നെ ഞങ്ങൾക്ക് ഈ 26 പണി വാഗ്ദാനം ശരിയാക്കാൻ തരാ പറഞ്ഞിട്ടുണ്ട്. അത് 26 പണിയാക്കി തന്നിട്ടില്ല. 1,60,00,000-ലേറെ ഞങ്ങൾക്ക് അരിയറുണ്ട് ഈ തൊഴിലാളികളുടെ. അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. കൂടിയ ശമ്പള വർധനവായിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. വായു കൊണ്ട് വാഗ്ദാനമല്ലാതെ ഇവരൊന്നും പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല. ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൊഴിലാളി പ്രതിനിധികളുമായി രാവിലെ ചർച്ച നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. കഴിഞ്ഞ വർഷം ഫ്ലവർ ഷോ നടത്തുമ്പോൾ ഞങ്ങളെ കൊണ്ട് പറഞ്ഞു മാസം 20 പണി നിങ്ങൾക്ക് ആക്കി തരാമെന്ന്. ഈ ഫ്ലവർ ഷോ വിജയകരമായിട്ട് നിങ്ങൾ നേടിത്തന്നു എന്ന് പറഞ്ഞാൽ മാസം 20 പണി ഞങ്ങൾക്ക് ആക്കി തരാൻ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞു, 2ാമത് ഫ്ലവർ ഷോ വന്നു. ഇപ്പൊ പറഞ്ഞത് മാസം 15 പണിയാക്കി തരാന്ന്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ പോലും ടിക്കറ്റ് എടുക്കാണ്ട് ഉള്ളിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ഇത്രയും ദിവസം നായിനെ പോലെ ഞങ്ങൾ പണി ചെയ്തത്? തൊഴിലാളി സമരം നീണ്ടാൽ ഫ്ലവർ ഷോയെ സാരമായി ബാധിക്കും. UTV ന്യൂസ്, പാലക്കാട്.